ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫുഡി ബോട്ട്. ഇന്ന് ഒരു മീൻ കറിയും കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചൗ തോരനും ഒക്കെ ചേർന്ന ഒരു ഉച്ചയൂണിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് മീൻ കറി തയ്യാറാക്കാം. അതിനുവേണ്ടി ചൂടായ മൺചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് ഒരു 5 ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം ഒരു 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ കണ്ടു, ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1.5 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചിയുടെ കഷ്ണവും ഒരു 10 അല്ലി വെളുത്തുള്ളിയുമാണ് ഞാൻ ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 കഷ്ണം കുടംപുളിയും ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു 750 ഗ്രാം മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തതിന് ശേഷം ചട്ടി നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ മീൻകറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. മീൻകറി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത കറി തയ്യാറാക്കാം. കോവയ്ക്ക മെഴുക്കുവരട്ടിയാണ് അടുത്തായിട്ട് തയ്യാറാക്കുന്നത്. അപ്പോൾ ചൂടായ ചീനച്ചട്ടിയിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 2 വെളുത്തുള്ളി ചതച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് വെളുത്തുള്ളി മൂപ്പിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചതച്ച മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മുളകും ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ചെറുതായിട്ട് നുറുക്കി വെച്ചിരിക്കുന്ന കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കിലോ അളവിലുള്ള കോവയ്ക്കുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ളൊരു വെള്ളം. അപ്പോൾ ആ വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. അടപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ മീൻകറി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് തിളച്ച് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി നമുക്ക് ഒരു ചൗ ഉപയോഗിച്ച് ഒരു തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു തുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു അരമുറി സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, സവോളയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ചൗ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 300 ഗ്രാം തൂക്കം വരുന്ന ഒരു ചൗ വരുന്നത്. ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൗ തോരൻ വളരെ രുചിയായിട്ടുള്ളൊരു തോരനാണ്. നമ്മൾ കപ്പളങ്ങയും ക്യാബേജും ഒക്കെ തോരൻ വെക്കുന്ന പോലെ വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. നിങ്ങൾ ആരെങ്കിലും ഇതുവരെ അത് തോരൻ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. അപ്പം വേകാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഞാൻ ചേർത്ത്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒന്ന് അടുപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും. അങ്ങനെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചൗ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് ചോറെടുത്തതിന് ശേഷം മീൻ കറിയും അതുപോലെ തന്നെ വളരെ രുചികരമായിട്ടുള്ള കോവയ്ക്ക മെഴുക്കുവരട്ടിയും ചൗ തോരനും അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് മാങ്ങ അച്ചാർ തയ്യാറാക്കിയതും ഇവിടെ വെക്കുന്നുണ്ട്. അപ്പം ഈ ഊണ് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ആരെങ്കിലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.